എന്താട്ടി ഈ കൊഞ്ഞണം കട്ടിയക്കോ അക്കോ കൊഞ്ഞണം കട്ടിയാ ഞാൻ ഉണ്ടല്ലോ ഹാജ ഹി ഡു ലൈക്ക് ദാറ്റ് തരാട്ടാ ഞാൻ നടക്കാൻ കൊണ്ടുപോകണ്ട ചെലവനെ എന്നാ അക്കുനെ കൊണ്ടുപോകണ്ട ചില ഹാജ നമുക്ക് അക്കുവിനെ ഇവിടെ ഇടാം ഹാജയ്ക്ക് മനസ്സിലാവില്ലല്ലേ വി ക്യാൻ ലീവ് അക്കു ഹിയർ ആൻഡ് ഗോ നല്ല കൂട്ടുകാരനാണ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണേ വല്ലാതെ കളിക്കണ്ട ഒരു ആയു കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ വരുന്നത് കാരണം എല്ലാവരും കൂടി എനിക്ക് നന്ദ ട്രോളിയിൽ ഇരുന്ന് അത് സേഫാണ് ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ആയു എനിക്ക് കയ്യിൽ നിന്ന് ഓടുമെന്ന് ഭയങ്കര ടെൻഷനാണ് കുറേ ദൂരം നടക്കുന്നതാണ് അതുകൊണ്ട് ആയുവിനെ കൂട്ടിയിട്ടില്ല കേട്ടോ ഇവന്മാരെ പിന്നെ ഇവർ കളിക്കാൻ പോണതാണ് ഞാൻ നടക്കാൻ ഇറങ്ങുമ്പോൾ പിന്നെ എൻ്റെ കൂടെ ഇറങ്ങി ഞാൻ പോണ വഴിക്കൊക്കെ വരും അക്കു സ്റ്റോപ്പ് പണ്ട് നമ്മൾ മൈലാഞ്ചി പറിച്ച സ്ഥലമൊക്കെ വരുന്നുണ്ട് അല്ലേ ഇവന്മാർ കളി കഴിഞ്ഞ് ഇങ്ങനെ കാണുന്ന സ്പോട്ടിൽ നിന്നൊക്കെ വെള്ളം കുടിക്കും കേട്ടോ വെള്ളമൊക്കെ എടുത്ത് ബാഗിലുണ്ട് പക്ഷേ തണുത്ത വെള്ളം കുടിക്കാനാന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുന്ന സ്ഥലമാണിത് ഇങ്ങനെ എല്ലായിടത്തും അല്ല ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ടാവും കേട്ടോ നല്ല തണുത്ത വെള്ളം ഉണ്ടാവും നന്ദയ്ക്ക് ഇപ്പോൾ തുടങ്ങിയതാണ് പോകുന്നവർക്കൊക്കെ ഒരു ഹായ് കൊടുക്കും കേട്ടോ കുറച്ച് പേര് കാണും ആരെങ്കിലും തിരിച്ചൊരു ഹായ് കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് അഭിമാനത്തോടെ എന്നെ ഇങ്ങനെ നോക്കും തണുത്ത വെള്ളത്തിനാണല്ലേ ഞാൻ വെള്ളം എടുത്തോളാൻ പറഞ്ഞിട്ട് അവൻ്റെ കുപ്പി അവൻ നിറയ്ക്കാതെ വന്നത് അതിനാണെന്ന് അതാണ് ആരോഗ്യ രഹസ്യം തണുത്ത വെള്ളം നമ്മളെ നാട്ടിലെ അരളിപ്പൂ ഉണ്ടോ ഇത് മൈലാഞ്ചിയാണേ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരിക്കൽ കുറേ മൈലാഞ്ചി പറിച്ചിട്ടുണ്ട് അതുകൊണ്ട് നന്ദ ഇവിടെ എത്തിയാൽ പറയും നമ്മൾ മൈലാഞ്ചി പറിച്ച സ്ഥലമല്ലേ എന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ നന്ദ അതിൻ്റെ ഇടയിൽ കൂടെ അക്കു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ ഈ നാരങ്ങയാണ് കേട്ടോ ഇത് നമ്മളെ നാരങ്ങയല്ല പക്ഷേ കുരുല്ലാത്തൊരു ടൈപ്പ് നല്ല പുളിയുള്ള നാരങ്ങ പറിച്ചു തരൂല ആയിട്ടില്ല ഇത് പറിച്ചതല്ല കേട്ടോ ഇതിൽ തങ്ങി കിടക്കുന്നതായിരുന്നേ ഒന്ന് വേണമെങ്കിൽ നമുക്ക് പറിക്കാം കാരണം ഇവിടെ ആരും ഇത് പക്ഷെ എത്തൂലടാ എന്നാ ഓക്കെ മോഷ്ടിച്ചതല്ല കേട്ടോ ഇതാർക്കും വേണ്ട അതവിടെ കിടക്കുന്നതാണ് എന്നാ പോവാം അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാണ് വാ പോരെ പോരെ നമ്മൾ പണ്ട് പറിച്ചിട്ടുണ്ടായിരുന്നു അക്കും ഹാജാവും ഇല്ലാത്തപ്പോൾ അല്ലേ അക്കും ഹാജാവും പറിച്ചു കൊണ്ടുവന്നില്ലേന്ന് അല്ലേ ഉണ്ട് ഉണ്ട് അതെന്തിനപ്പോൾ പോയി പിടിച്ചേ വാ അങ്ങോട്ട് അത് ഹാമറല്ല പാർക്കിങ് സേഫ് ആക്കിയതാ കണ്ട ജനലിൻ്റെ ഉൾക്കൂടെ കുരയ്ക്കുന്ന ഒരാൾ ഇവരോടാണ് കുട്ടികളോടാണ് ബോബോ കുട്ടികളെ കണ്ടുകൊണ്ടാണ് കുരച്ചതെന്നാണ് ആൻറ്റി പറഞ്ഞത് കേട്ടോ ബൊബോന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ആണ് അയ്യോ ബോബോവിനെ ഇവിടെ വളർത്താൻ ഭയങ്കര പ്രയാസമാണ് കുഞ്ഞു അതിന് കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ ബുദ്ധിമുട്ടാണേ ഈ ചൂടത്തും ഈ പച്ചപ്പ് കാണണമെങ്കിൽ ഇതിനെ നന്നായി കെയർ ചെയ്യണോണ്ടാ കേട്ടോ നല്ലോണം വെള്ളമൊഴിച്ച് നോക്കിയാൽ മാത്രമേ ഈ ചൂടത്ത് ഇങ്ങനെ പച്ചപ്പ് കാണുള്ളൂ ശരിക്കും നല്ല ചൂടാട്ടോ വിയർത്തത് കണ്ടോ
അതായത് തണലാണ്, പക്ഷേ ഒരു ഹ്യൂമിഡിറ്റി, ഒരു ചൂടാവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വൈകുന്നേരങ്ങളിലാണെങ്കിലും ചൂടുകാലമായ അവിടെ ഇങ്ങനെ തന്നെയാണ്. ചെടികളൊക്കെ ഏതെങ്കിലും വീട്ടുകാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും കെയർ കൊടുത്ത് ഇതിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല ചൂടത്തും നല്ല പച്ചപ്പിൽ പിടിച്ചു നിൽക്കുന്ന മരമാണ് കേട്ടോ ഇവിടെ ആര്യവേപ്പ്. ആര്യവേപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് പച്ച നിറത്തിൽ നിൽക്കുന്നതാണ്. അധികം വെള്ളമൊന്നും ആരും ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമല്ല, പക്ഷേ അത് ഈ ചൂടത്തും സ്ട്രോങ് ആണ്. ഞങ്ങൾ നടന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ ജസ്റ്റ് ഇനി അങ്ങോട്ട് കയറുകയാണ്. ഇവിടെയാണ് അവർ താമസം. ഒരു സംഭവം കാണിച്ചു തരാം. കാരക്ക ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അത് കാരക്ക നോക്കിയേ, താഴെ ഉണ്ടായിരിക്കുന്നു. എവിടെ ഉണ്ടായിരിക്കുന്നത്? അതാ താഴെ കണ്ടില്ലേ, ഇത് കണ്ടോ എത്ര താഴെ ഉണ്ടായിരിക്കണ നോക്കിയേ. ഒറ്റൊന്ന് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഒറ്റൊന്ന് നമുക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ പറിക്കാം. അമ്മ ഒന്ന് തുടച്ച് കടിച്ചു നോക്കട്ടെ. എന്നാ അമ്മ ഒന്ന് കടിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ പറയണേ. അമ്മ നോക്കട്ടെ. മധുരമുണ്ട്, പക്ഷെ ഒരു കറുണ്ട്. എല്ലാം പഴുത്തിട്ടില്ല അല്ലേ അല്ലേ? അയ്യോ, അവിടെ നോക്കിയപ്പോഴാണ് ഇവിടെ മൊത്തം അതാണ്. നല്ല ഭംഗിയില്ലേ? ആഹാ, ഇവർക്ക് തന്നെയാണ് പണി. ചെറുപ്പത്തിൽ തന്നെ കഴിക്കുക. അതാ ഇതിൻ്റെ മേലേക്ക് മൊത്തം അതാണ്. പഴുത്തത് നിനക്ക് വേണമെങ്കിൽ പഴിച്ചോ, കഴിക്കുമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നശിപ്പിച്ച് കളയാൻ പറിക്കരുത്. അങ്ങനെ പഴുത്തിട്ടില്ലടോ ഇത്. ഇല്ലല്ല, നല്ലോണം പഴുത്തിട്ടില്ല. ഇതാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടും അവരെ മോനും കൂടെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ പേര് ശ്രീരേഖ എന്നാണേ. ഇത് അവരെ മോൻ അച്ചു. നടന്നോ അങ്ങോട്ട്. എല്ലാവരും നടക്കാൻ വിളിച്ച് കൊണ്ടുവന്നാ കേട്ടോ. അയ്യോ, കറ്റാർ വാഴ നോക്കടാ. എൻ്റെ ഈശ്വരന്മാരെ, എന്തോരം കറ്റാർ വാഴ നോക്ക്. അലോവേറ ആണല്ലേ? ആ ഓക്കെ, കറ്റാർ വാഴ എന്നാണ് ഞങ്ങൾ പറയാം. ഒന്നും കൂടി ഉണ്ട്. ആ, ഇവിടെ മൊത്തം ഇതേ ഉള്ളൂ. അമ്മ ഒന്നും കൂടെയാണ്. ഇത് ഏതോ അറബി വീടാണേ, അതാണ് അവർ ഇത്ര നന്നായിട്ട് പരിപാലിച്ചിരിക്കുന്നത്. ഇവിടെയും താഴെയൊക്കെ ഉണ്ട് സാധനം കണ്ടോ, താഴെയും മേലെയൊക്കെ ഉണ്ട്. പറക്കാൻ പഠിക്കുന്ന ഒരു പ്രാവും കുഞ്ഞാ തോന്നുന്നു കേട്ടോ. പറക്കാനായില്ല, പക്ഷെ ഇതിനെ ഏതെങ്കിലും പൂച്ച കൊണ്ടുപോകും ഇപ്പോൾ. അതാ പറന്നു. ഈശ്വരാ, പറന്നു. പറക്കാറായില്ല പറഞ്ഞിട്ട് അത് പറന്നു. ചമ്മി പോയിട്ടൊന്നുമില്ല, അത് അവിടെ വന്ന് നിന്ന്. സിമ്പിൾ ആവൂല ഞങ്ങൾ വാങ്ങിച്ചത്. കുറച്ച് അതാ, ഞാൻ അതിനെ പൂച്ച കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ മുകളിൽ എവിടെയും വെക്കാച്ചതാണ്, പക്ഷെ അത് പാറിപ്പോയി. കണ്ടോ, വറ്റാത്ത കിണറാണ്. കണ്ടോ, ഒരു ചെറിയ തോട്ടും ആ കിണർ അടിപൊളി. അമ്മേ മതിൽമ പിടിച്ചൊന്നും കയറരുത്. അവർ മോട്ടറിൽ പമ്പ് ചെയ്യണതാണ് വെള്ളം. കിണറൊന്നും അല്ലത്. നല്ല ഇവിടെ പിടിക്കാം. അമ്മ എടുക്കാവാ. കണ്ടോ ഖത്തറിലെ കിണർ കണ്ടോ? ആ എന്താ ഖത്തറിലെ കിണർ കണ്ടോ? പറക്കരുത് കേട്ടോ, തൊട്ടാ മതി. തൊട്ടാ മതി. പറക്കരുത്. ഇല്ലാത്ത പോലീസ് കൊണ്ടുപോകും. ഇവിടെ ക്യാമറ ഉണ്ട്. ആ, വായോ പോ. നാരങ്ങയൊക്കെ കണ്ടക്കൂ. പറക്കരുത് കേട്ടോ. എവിടെയെന്ന് ചോദിച്ചു ഓടി വന്ന് പറക്കരുത്. വേണ്ട, പറക്കരുത്. എന്തായാലും പറക്കരുത്. നമ്മൾ പറിച്ച തന്നെ വണ്ടിയിലുണ്ട് കേട്ടോ. നീ പറക്കരുത്. ചുവന്ന കാരക്ക.